അർജുനായങ്കിയുടെ സഹായികൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്ത 4 പ്രതികൾക്കും പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷിത, ഇന്നലെയാണ് അർജുനായങ്കിക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിൽ അർജുന്റെ 3 സുഹൃത്തുക്കളെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് അർജുനെ ഫ്ളാറ്റിൽ കഴിയാൻ സഹായിച്ച സൗദ് ഇസ്മയിൽ, അതോടൊപ്പം തന്നെ മറ്റൊരാൾ, പിന്നീട് തൃശ്ശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത അർജുന്റെ സഹോദരൻ, ഇവരെ 4 പേരുടെയും അറസ്റ്റ് ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കി. പക്ഷേ ഇവർക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് നിലവിൽ ജാമ്യം ലഭിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഉത്തരവിന്റെ പകർപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അർജുനെ കിട്ടിയില്ലെങ്കിൽ ഇവരിലൂടെ അർജുനിലേക്ക് എത്താമെന്ന പ്രതീക്ഷയായിരുന്നു പോലീസ് പങ്കുവച്ചിരുന്നത്. പക്ഷെ അത് സാധ്യമായില്ല. അവർക്കും നിലവിൽ അർജുന്റെ സഹായികൾ എന്ന് പറയുന്ന ആളുകൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താൻ പോലീസിന് ആയിട്ടില്ല. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ലീഡിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അസ്ത വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.